ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിക്കിരയാക്കാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. ഇതൊരു വചനമാണത്. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതർത്ഥം എന്താണ്? സ്നേഹമുള്ളവർ, നമ്മുടെ ശരീരത്തെ ചിലപ്പോൾ പോറലേൽപ്പിക്കാൻ അവരെന്നെ സാധിക്കുമായിരിക്കും. എന്നാൽ വിശുദ്ധമായി നിൻ്റെ ആത്മാവിനെ തൊടാൻ ആർക്ക് കഴിയും? കൃപയ്ക്കു വേണ്ടി നിൽക്കുമ്പോൾ, നന്മയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ പോറലേൽക്കും, ചോര ചിന്തേണ്ടി വരും, തകർക്കപ്പെടും, മറ്റുള്ളവർ നിന്നെ ഭത്സിക്കും, മോശം പറയും. ഈ നോമ്പൊക്കെ എന്തിനു നടത്തുന്നു, ഇതിന് കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ പലതരം മോശ അനുഭവങ്ങളൊക്കെ നമ്മുടെ വാക്കുകളിലൊക്കെ നമ്മൾ ചില നോവിപ്പിക്കുന്നതൊക്കെ വരാം. അതൊക്കെ ശരീരം കൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണെന്നേ. അതിനൊക്കെ അത്രയും പ്രാധാന്യം കൊടുത്താൽ മതി. കാരണം എന്താ അറിയാമോ? നീ പുണ്യമെന്ന് സൂക്ഷിക്കുന്ന നിൻ്റെ ആത്മാവിനെ തൊടാൻ ഇവർക്കാർക്കും കഴിയില്ല. ഇത് പ്രധാനപ്പെട്ടൊരു ചിന്തയാവണം. ശരീരത്തെ കൊല്ലുകയും ബാഹ്യമായ നിൻ്റെ ജീവിതത്തിൻ്റെ ചട്ടകളെ തൊടാനും, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നിൻ്റെ ആത്മാവിനെ, വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന ആത്മാവിനെ തൊടാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധാത്മാവ് നിനക്ക് തരികയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? വിശുദ്ധമായി നിൻ്റെ ശരീരത്തെ നിന്നെ ഒരുപക്ഷെ നിന്നെ തട്ടിയെടുത്താലും, നിന്നെ അതിന് മുറിവേൽപ്പിച്ചാലും, നിൻ്റെ ആത്മാവിനെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ പ്രത്യേക ശ്രദ്ധ വയ്ക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു വചനമാണ്. ഈ നോമ്പിൻ്റെ കാലയളവിൽ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ ഒരു പ്രത്യേകമായ ശ്രമം നമുക്കെടുക്കണമെന്നുള്ള ഒരു പാഠം കൂടി ഈ വചനത്തിനുണ്ട് എന്നത് മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.